പുറപ്പാട് പുസ്തകം അധ്യായം 8. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവ് മോശയോട് അരുളി ചെയ്തത്: നീ ചെന്ന് ഫറവോനോട് പ്രകാരം പറയുക, കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നെ സേവിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയക്കുവാൻ നീ മനസ്സാകുന്നില്ലെങ്കിൽ നിന്റെ ദേശത്തിൻ്റെ സകല അതിർത്തികൾ വരെയും തവളകളെ കൊണ്ട് നിന്നെ ദണ്ഡിപ്പിക്കും. നദി അനവധി തവളകളെ ഉൽപ്പാദിപ്പിക്കും. അവ കയറി വന്ന് നിന്റെ വീട്ടിലും നിന്റെ കിടക്കമുറിയിലും നിന്റെ കട്ടിലുകളിലും നിന്റെ ദാസന്മാരുടെയും ജനത്തിൻ്റെയും വീട്ടിലും നിന്റെ അപ്പം ചുടുന്ന അടുപ്പിലും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയിലും കയറും. നിന്റെ മേലും നിന്റെ സകല ജനത്തിന്മേലും ദാസരുടെ മേലും തവളകൾ കയറും. കർത്താവ് മോശയോട് പറഞ്ഞത്: നീ അഹ്റോനോട് വടിയോടുകൂടി നിന്റെ കൈ നദികളിന്മേലും നീർത്തോടുകളിന്മേലും കുളങ്ങളിന്മേലും നീട്ടി മിസ്രയീം ദേശത്തൊക്കെയും തവളകളെ കയറ്റുക എന്ന് പറയുക. അഹറോൻ മിസ്രയീമിലെ ജനങ്ങളുടെ മേൽ തന്റെ കൈ നീട്ടി തവളകൾ കയറി മിസ്രയീം ദേശത്തെ മൂടി. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രത്താൽ അപ്രകാരം ചെയ്തു. മിസ്രയീം ദേശത്തിന്മേൽ തവളകളെ കരേറ്റി. ഫറവോൻ മോശയെയും അഹറോനെയും വിളിച്ചു: തവളകൾ എന്നെ വിട്ടുപോകേണ്ടതിന് കർത്താവിനോട് പ്രാർത്ഥിപ്പിൻ. ഞാൻ ജനത്തെ വിട്ടയക്കാം. അവർ കർത്താവിന് യാഗം കഴിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. തവളകൾ നിന്നെയും നിന്റെ ഭവനത്തെയും വിട്ട് നദികളിൽ മാത്രമാകുവാൻ നിനക്ക് വേണ്ടിയും നിന്റെ ഭൃത്യന്മാർക്ക് വേണ്ടിയും നിന്റെ ജനത്തിനു വേണ്ടിയും ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് നീ സമയം പറയൂ എന്ന് മോശ ഫറവോനോട് പറഞ്ഞു. നാളെ എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ: ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ പോലെ ഒരുവനുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്ക് പോലെ ആകട്ടെ. തവളകൾ നിന്നെയും നിന്റെ ഭവനത്തെയും നിന്റെ ഭൃത്യന്മാരെയും നിന്റെ ജനത്തെയും വിട്ട് മാറി നദിയിൽ മാത്രം അവശേഷിക്കും എന്ന് അവനോട് പറഞ്ഞു. മോശയും അഹ്റോനും ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഫറവോന്റെ മേൽ വരുത്തിയിരുന്ന തവളകളെ പ്രതി ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. മോശയുടെ വാക്കുപോലെ കർത്താവ് ചെയ്തു. വീടുകളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും നിന്നു തവളകൾ ചത്തുപോയി. അവർ അവയെ കൂമ്പാരങ്ങളായി കൂട്ടി ദേശം നാറി സ്വസ്ഥത വന്നു എന്ന് കണ്ടപ്പോൾ ഫറവോൻ തന്റെ മനസ്സു കഠിനമാക്കി അവരെ അനുസരിക്കാതെ ഇരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നത് പോലെ തന്നെ കർത്താവ് മോശയോട് വീണ്ടും പറഞ്ഞു: നിന്റെ വടി ഉയർത്തി നിലത്തെ പൂഴിയെ അടിക്കുക എന്ന് അഹ്റോനോട് പറയുക. മിസ്രയീം ദേശത്തെല്ലാം ചെള്ളുണ്ടാകട്ടെ. അവർ അപ്രകാരം ചെയ്തു. അഹ്റോൻ വടിയോടുകൂടി കൈയുയർത്തി നിലത്തെ പൂഴിയെ അടിച്ചു. അത് മിസ്രയീം ദേശത്തൊക്കെയും ചെള്ള് ആയിത്തീർന്നു. മന്ത്രവാദികൾ തങ്ങളുടെ മന്ത്രത്താൽ അങ്ങനെ ചെയ്തു. എന്നാൽ ചെള്ളുകളെ ഒഴിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും ചെള്ള് ഉണ്ടായി. മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിന്റെ വിരൽ ആകുന്നുവെന്ന് പറഞ്ഞു. ഫറവോൻ അവരെ ശ്രദ്ധിക്കാതെ തന്റെ ഹൃദയം കഠിനമാക്കി. കർത്താവ് പറഞ്ഞിരുന്നതുപോലെ തന്നെ
കർത്താവ് മോശയോട്, നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുക. അവൻ വെള്ളങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവനോട് നീ പറയുക, കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നെ സേവിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. എന്റെ ജനത്തെ വിട്ടയക്കുവാൻ നീ മനസ്സാകുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ ജനത്തിന്റെ മേലും ഭവനത്തിന്മേലും എല്ലാവിധ ഈച്ചകളെയും അയക്കും. മിസ്രയീമ്യരുടെ വീടുകളിലും അവ നിൽക്കുന്ന ഭൂമിയിലും ഈച്ചകൾ നിറയും. ദേശത്തിൽ കർത്തൃത്വമുള്ളവൻ ഞാൻ. നീ മനസ്സിലാക്കേണ്ടതിനായി എന്റെ ജനം വസിക്കുന്ന ഗോശേൻ ദേശത്തെ ഞാൻ ആ ദിവസത്തിൽ വേർതിരിക്കും. അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ജനവും നിന്റെ ജനവും തമ്മിൽ ഞാൻ വേർതിരിവ് ഉണ്ടാക്കും. ഈ അടയാളം നാളെ സംഭവിക്കും. കർത്താവ് പ്രകാരം ചെയ്യും. ഫറവോന്റെ ഭവനത്തിലും അവന്റെ ഭൃത്യന്മാരുടെ ഭവനത്തിലും ശക്തമായ ഈച്ചക്കൂട്ടങ്ങളെ വരുത്തി ഈച്ചകൾ മൂലം ദേശം നശിക്കുകയും ചെയ്തു. ഫറവോൻ മോശയെയും അഹറോനെയും വിളിച്ച്, നിങ്ങൾ പോയി ദേശത്ത് വച്ച് തന്നെ നിങ്ങളുടെ കർത്താവിന് യാഗം കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. മോശ അവനോട്, അങ്ങനെ ചെയ്യുന്നത് ഉചിതമല്ല. മിസ്രയീംകാർക്ക് വെറുപ്പുള്ളവയിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിന് യാഗം അർപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വെറുപ്പുള്ളവയെ അവരുടെ കൺമുമ്പിൽ ഞങ്ങൾ യാഗം കഴിച്ചാൽ മിസ്രയീമ്യർ ഞങ്ങളെ കല്ലെറിയുമല്ലോ. ഞങ്ങൾ മരുഭൂമിയിൽ 3 ദിവസത്തെ ദൂരം പോയി ഞങ്ങളുടെ കർത്താവ് ആജ്ഞാപിച്ചതുപോലെ ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കും എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ ഞാൻ നിങ്ങളെ അയക്കും. വളരെ അകലെ പോകരുതെന്ന് മാത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. മോശ ഫറവോനോട്, ഇതാ ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് പോകുന്നു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ ഈച്ച ഫറവോനെയും അവന്റെ ഭൃത്യന്മാരെയും അവന്റെ ജനത്തെയും വിട്ടുമാറും. കർത്താവിന് യാഗം കഴിക്കുവാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതിനു വേണ്ടി ഫറവോൻ ഇനിയും കൂടുതൽ വഞ്ചന ചെയ്യരുതെന്ന് മാത്രം എന്ന് പറഞ്ഞു. മോശ ഫറവോന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. മോശയുടെ വാക്കുപോലെ കർത്താവ് പ്രവർത്തിച്ചു. ഈച്ച ഫറവോനെയും അവന്റെ ദാസന്മാരെയും അവന്റെ ജനത്തെയും വിട്ടുപോയി. അവയിൽ ഒന്നുപോലും ശേഷിച്ചില്ല. ഈ പ്രാവശ്യവും ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കി. അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.